ഇപ്പം ഗുൽമർഗിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലാണ് എല്ലാവരും. ഇനി ഒരു 30 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് നോക്കും, മൊത്തം ഫുൾ ഹിമാലയത്തിന്റെ താഴ് വരെ അവിടെ ആ ഏറ്റവും മേലെ കുറച്ച് ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും മുമ്പോട്ട് പോകും തോറും പല കാഴ്ചകളും കൂടുതൽ ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ എല്ലാവരും അത് ആസ്വദിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാഴ്ചകള് ആസ്വദിച്ച് ഒരു ഉറക്കുണ്ടല്ലോ, ഒരു ഉറക്ക ബാക്കിയുണ്ട്. കാര്യം ഉറക്കം ഡിസ്റ്റർബായിരുന്നു 2-3 മണിക്കൂർ. उत्तरवाद कैसा था आज का दिन? कैसा है? अच्छा है। अच्छा है। नहीं हो गया ना, होने वाले हैं तब। अभी देखेगा कैसे चलता है। हाँ, सब आपका हाथ के ऊपर है। അല്ല മാഷ എന്തൊക്കെ ചെയ്യുന്നത്? എന്ത് പരിപാടി? നമ്മളിപ്പം ഗുൽമർഗിൽ പോകുന്ന വഴിക്കുള്ള മൊത്തം പറമ്പാണ് അവിടെ. അപ്പം അതിനെ തടസ്സം, അതിന് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ബൂട്ടും കോട്ടും ഇവിടെ സ്പെഷ്യൽ ഇടണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളൊരു കടയിൽ വന്നിരിക്കുവാണ്. അതിപ്പം മേടിച്ച് കിട്ടി എല്ലാവരും ഇട്ടുകൊണ്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. തൽക്കാലം ഷൂ മാത്രം വാടകയ്ക്ക് വാങ്ങുന്നു. എത്ര പൈസ? ജാക്കറ്റ് 200 രൂപയാണ് പറയുന്നത്. 200 രൂപ. അപ്പൊ ഇത് മൊത്തം ഇവര് ഈ വരുന്ന ആൾക്കാർ മുഴുവൻ കംപ്ലീറ്റ് ഇവിടെ റെന്റിന് കൊടുക്കുന്നവരാണ്. भाई ग्लास भी है इधर। देखा भीड़, यहाँ कुछ नहीं मिलेगा. आप अपना ग्रुप को उठाओ. ग्लास 100 रुपीज का मिलेगा. कोट വേണ്ട എല്ലാം റെന്റ് പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ട. नीले गगन के तले धरती का प्यार पले. नीले गगन के तले धरती का प्यार पले. ऐसे ही जग में നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇപ്പം ഗുൽമാർഗ് വന്നതാണ്. അവിടെ നിന്ന് ഇപ്പം ഈ ഏരിയ എന്ന് വെച്ചാൽ സ്ട്രോബർ വില എന്നാണ് പറയുന്നതിൻ്റെ പേര്. സ്ട്രോബർ വില എന്നാണ് പറയുന്നത്. ഇത് ഇപ്പം നല്ല കാണുന്നുണ്ടോ മൊത്തം എന്താ നമ്മൾ മഞ്ഞ കയറാൻ പോവാ. ഇത് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ താഴെവാരത്താണ്. താഴെ മേലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം. കാര്യം കാലുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകുന്ന സ്ഥലമാണ്, താഴ്ന്നു പോകുന്നതാണ്. എന്നാൽ നല്ല ഒരു ഐശ്വര്യ സുന്ദരമായ എന്താ പ്രകൃതി. ഇതാണ് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന്. അത് കറക്റ്റാണ്. അതെ, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടെ പിന്നെ വേറെ വീടല്ല, ഒന്ന് ചരിച്ച് ഇതൊരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാൽ ചായ അല്ല, കാവ എന്നാ പറയുന്നത്. കാവ. പക്ഷെ അത് കഴിക്കാൻ നല്ല സുഖമുണ്ട്.
നല്ല ടേസ്റ്റാണ് കാവ ഇതൊക്കെ ഇവിടെ ഇവർ നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ ഇത്രയും സാധനം ഈ കഴിക്കുന്ന ഈ സാധനത്തിന്റെ വിലയാണ് 50 റുപ്പീസ്, അതായത് 50 റുപ്യാണ് ഇതിന്റെ വില കാവ. പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട് പേരുടെ കളത്തരങ്ങൾ ഉണ്ടാവാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പൈസ ഒന്നും മേടിക്കാറില്ല. ഓക്കെ, നമ്മൾ കഴിച്ച് നോക്കട്ടെ ഇവരുടെ കാവയുടെ ടേസ്റ്റ്. പിന്നെ ഈ 50 രൂപയ്ക്ക് ഗോവയിൽ ഒരു ബിയർ കിട്ടും, അതാണ് സങ്കടം. ആ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹോട്ടലിൽ കഴിച്ച ആ ടേസ്റ്റും വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ അത്ര തണവൊന്നുമില്ല, യാതൊരു മാസ്കുമില്ല, ഒന്നുമില്ല, നിൽക്കാൻ പറ്റുന്നുണ്ട്, കാറ്റില്ല, ചെറിയൊരു सर 3 लाल पात അവര് പലതും പറയും കേട്ടോ. നമ്മളതൊന്നും വേണ്ട, നമുക്കിനി കുറച്ച് മുമ്പോട്ട് പോവാം. ഇപ്പൊ നമ്മൾ താഴെയല്ല നിൽക്കുന്നത്, നമുക്ക് മേലോട്ട് കയറുമ്പോൾ പക്ഷേ എല്ലാവരും സൂക്ഷിച്ച് വേണം വരാനായിട്ട് കേട്ടോ. കമോൺ കമോൺ, അവരിവിടെ നമ്മുടെ ഗായകനുള്ള എല്ലാവരും വരിക. അവരുടെ ഫോട്ടോ എടുക്കാണ് അവർക്ക് ഇവരുടെ ശരി करो बहुत मजा आ रहा है आइस में, बहुत अच्छा लगा आइसलैंड में आके। വന്ന എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ അഭിപ്രായം അവരവർ ഫോൺ പറയട്ടെ. എന്താണ് പറയാം, ഇവിടുത്തെ അഭിപ്രായങ്ങൾ പറയും. ക്യാമറാമാൻ വെള്ളത്തിൽ പോലെ നല്ല എല്ലാവരും നിൽക്കുന്നത് ഹിമാലയത്തിന്റെ നെറുകയിലാണ്. ഇവിടെ ഇത്രയും താഴെ നിന്ന് കയറി മുകളിലോട്ട് വന്നതാണ്. ഈ വന്ന ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഓരോരുത്തരും പറയും. നമ്മൾ ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് ഇപ്പം നിൽക്കുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താഴ്വര എന്ന് പറയാൻ പറ്റില്ല, ഹിമാലയത്തിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമുക്കൊന്ന് തോന്നുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ അനുഭവമാണ്. നമ്മുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവം നമുക്കൊന്ന് കിട്ടി. ബാക്കി ഓരോരുത്തർ നിങ്ങളുടെ അവരവരുടെ അഭിപ്രായം പറയുക. അടിപൊളിയാണ്, അടിപൊളിയാണ്. ജീവിതത്തിൽ എല്ലാവരും ഒരു പ്രാവശ്യം വന്ന് കാണണം. ഏജ് ഒരു വിഷയമേ അല്ല. നമ്മുടെ ഗൈഡാണെങ്കിൽ നമ്മുടെ ഗൈഡ് ഇപ്പം പറപ്പാരി നമ്മുടെ ബന്ധോട്ട് ഏരിയുമാണ്. ഇവിടെ വന്നില്ലെങ്കിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അവിടെ പ്രായമാവുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് വന്നിട്ട് പോകും. ഇനി സ്വർഗത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ഭൂമിയിലെ സ്വർഗമായ ഇവിടെ എല്ലാവരും വരണമെന്നാണ് ഞാൻ പറയും. പിന്നെ വേറൊന്ന്, ഇപ്പൊ ഈ ട്രിപ്പിനകത്ത് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു തീരാ നഷ്ടമായി മാറിയാണ്. അപ്പൊ ഇനി നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരോടും നമ്മൾ പങ്കുവെക്കണം, അവരും വന്ന് അനുഭവിക്കണം. അത്ര നല്ല വിശാലമായ ഒരു സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മനു നിങ്ങൾ എന്നാ പറയൂ. നമ്മള് ഈ ഒരു കുറേ ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ അതെ, ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് കാശ്മീർ. ഹിമാലയ സാനുക്കളിലേക്ക് കയറി വരികയാണ് ഒരു മനുഷ്യൻ. പറയാൻ നമുക്ക് കിട്ടിയ ഈ അസുലഭ നിമിഷം നമ്മൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് പോയി. അറിയാവുന്ന നമ്മുടെ മലയാളി, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരും പറയും, ഇത് നമ്മുടെ ഗ്രൂപ്പിലോടും. കാര്യം എല്ലാവരും വരണം, കണ്ട് ആസ്വദിക്കണം. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വർഗ്ഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഞാൻ തന്നെ എന്നെ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത്ര എൻജോയ് ആണ്. ആ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എത്രയോ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരികയാണ്
അവർ താഴെ നിൽക്കാൻ താല്പര്യമില്ല, അവർ മുകളിലോട്ട് പിന്നെ കയറുന്നുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് അതായത് ഒരു സ്വല്പം പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാത്ത മനസ്സ് വരാത്ത ആൾക്കാർ ഇപ്പം കണ്ടോ വളരെ എൻജോയ് ആയിട്ട് അവർ മനസ്സിൻ്റെ സംതൃപ്തി കൊണ്ട് ഇങ്ങനെ കയറി വരികയാണ് മേലോട്ട്. താഴെ പോയാൽ വലിച്ചെടുത്തോണ്ട് കേട്ടോ. എന്താ പറയുന്നത്, അതിൻ്റെ നാച്ചുറൽ സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിലാണ് ഈ മഞ്ഞ് ഇങ്ങനെ ഉരുകി വന്ന് വീഴുന്നത്. എന്നിട്ട് ഇത് താഴോട്ട് പോകും തോറും പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മകൾ അതായത് ഇതേ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ് മൊത്തത്തിൽ. അതിന് മുകളിലാണ് ഈ കാണുന്ന ഈ മൊത്തം മഞ്ഞ്. നടരാജൻ വേലായുധൻ. ഭൂമിയിൽ ഇത്രയും സുന്ദരമായ സ്ഥലം നമ്മുടെ രാജ്യത്ത് അതിന് താഴ്വരയിൽ നിൽക്കാൻ വേണ്ടി പറ്റുക കുറച്ചൊക്കെ സാഹസങ്ങളിൽ നിന്നും വലിയൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ഡ്രൈവർ അടിപൊളി 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 അടിപൊളി. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല ഫുഡ്, നല്ല സ്ഥലം. अच्छा फूड है, खाना अच्छा है, अच्छा खाना. ഇത് നല്ലൊരു ഐറ്റമാണ്. എനിക്ക് എൻ്റെ പേരറിയില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞ ഇത് മട്ടൻ്റെ ഐറ്റമാണ്. മട്ടൻ ബോള ഒന്ന് പറഞ്ഞു. പക്ഷേ ऑपोजिट आप मुझे दाल फ्राई मगर बहुत अच्छा है. इधर 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 वही नहीं वही അല്ല ഗ്രേവി ഗോവയേക്കാൾ ചീപ്പാണ്. പിന്നെ गोवा लोगों एकदम बहुत अच्छा है. जो इधर कितना अच्छा फूड है, अच्छा फूड है. കാശ്മീർ താഴ്വര മുഴുവൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലാണിത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫുഡ്, വെരി ഗുഡ് ഫുഡ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. सब लोग खुशी है. अच्छा खाना है. सब लोग खुश है. ये सब जनरेशन का आदमी इधर है, सब लोग खाता है.